നിരവധി മികച്ച സിനിമകൾ സമ്മാനിച്ച നടി ഭാനുപ്രിയയ്ക്ക് മറവി രോഗം. കടന്നുപോകുന്നത് അതിദാരുണ അവസ്ഥയിലൂടെ എന്ന റിപ്പോർട്ട്. ഭർത്താവിന്റെ ആകസ്മിക മരണമാണ് താരത്തിന് തിരിച്ചടിയായത്. ഭാനുപ്രിയ നൃത്തം കൊണ്ട് മനസ്സ് കീഴടക്കിയ നടി. താരത്തിനിപ്പോൾ എന്ത് സംഭവിച്ചു? ശില്പഭംഗിയുള്ള നടിയെന്നാണ് താരത്തെ ആരാധകർ വിളിച്ചിരുന്നത്, അല്ല വിശേഷിപ്പിച്ചിരുന്നത്. അഭിനയത്തിലും നൃത്തത്തിലും സ്ക്രീൻ പ്രസൻസിലും ഒരുപോലെ മുന്നിൽ നിന്ന താരം. ഒരു കാലത്തെ സ്വപ്ന നായിക. പക്ഷേ ഇന്ന് എവിടെയെന്നു പോലും ആർക്കും അറിയില്ല. ഹിന്ദി സിനിമാ രംഗത്ത് ശ്രീവേദി ഉണ്ടാക്കിയ തരംഗം ഒരു പരിധിവരെ തെലുങ്ക്, തമിഴ് സിനിമാ ലോകത്ത് ഭാനുപ്രിയയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചുവെന്നാണ് പറയുന്നത്. നൃത്തത്തിലെ അസാമാന്യ മികവ് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. ഭാനുപ്രിയ അന്നത്തെ പല നടിമാരിൽ നിന്നും വ്യത്യസ്തമാക്കിയതും അതുതന്നെയാണ്. ഭാനുപ്രിയയുടെ പഴയഗാന രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മലയാളത്തിലും ഒരുപിടി നല്ല സിനിമകൾ ഭാനുപ്രിയ ചെയ്തിട്ടുണ്ട്. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം മികച്ച രീതിയിൽ കൊണ്ടുവരാൻ താരം ശ്രദ്ധിച്ചിരുന്നു. അഭിനയ പ്രാധാന്യമുള്ള റോളുകളാണ് കൂടുതലായും താരം സെലക്ട് ചെയ്തതും. മലയാളത്തിൽ കുറച്ച് സിനിമകൾ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും അവയെല്ലാം ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല ദക്ഷിണേന്ത്യൻ ഭാഷകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞു. 1983 മെല്ലെ പേശുങ്കൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. ഭാനുപ്രിയ പെട്ടെന്ന് തന്നെ പിന്നീട് സിനിമാ ലോകത്ത് പ്രശസ്തി നേടി. പിന്നീട് തമിഴിലും തെലുങ്കിലും സജീവമായി മാറി. ആകർഷകമായ കണ്ണുകളും താളബോധമുള്ള ശരീരഭാഷയും ചെറുപ്പം മുതലേ അഭ്യസിച്ച നൃത്തവുമെല്ലാം ഭാനുപ്രിയയെ സംവിധായകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരിയാക്കി. തെലുങ്ക് വംശിയായ ഭാനുപ്രിയ മലയാള സിനിമയിൽ ശ്രദ്ധേയമാകുന്നത് മോഹൻലാലിന്റെ നായികയായി എത്തിയ രാജൽ ശില്പിയിലൂടെയാണ്. 1.5 പതിറ്റാണ്ട് മാത്രം ദൈർഘ്യമുള്ള അഭിനയ ജീവിതത്തിന് താൽക്കാലികമായി വിരാമമിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് താരം കടന്നു ചെന്നത്. 1998 ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയറായ ആദർശ് കൗശലിനെയാണ് ഭാനുപ്രിയ വിവാഹം ചെയ്തത്. പക്ഷേ 7 വർഷം മാത്രമാണ് ആ ദാമ്പത്യബന്ധം നീണ്ടുനിന്നത്. 2005 അവസാനിച്ചു. നിയമപരമായി വേർപിരിഞ്ഞില്ലെങ്കിലും പരസ്പരം അകന്നു ജീവിക്കാൻ അവർ തീരുമാനിച്ചു. 2018 ആദർശ് മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. പിന്നീട് ഭാനുപ്രിയ എന്ന നടിയെ ആർക്കും തിരിച്ചു കിട്ടിയില്ല. ഓർമ്മകൾ പതിയെ ഭാനുപ്രിയ എന്ന താരത്തിന് നഷ്ടമായി തുടങ്ങി. പലപ്പോഴും താൻ ആരെന്നുപോലും സ്വന്തം പേരുപോലും ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. പുറംലോകവുമായുള്ള ബന്ധം ഏറെക്കുറെ അതോടുകൂടി പൂർണ്ണമായി. ഭാനുപ്രിയയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അടുത്ത ആളുകൾക്ക് പോലും അറിയാൻ കഴിയാതെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറവി എന്നത് ജീവിച്ചിരിക്കെ സംഭവിക്കുന്ന ഒരു മരണം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതൊരു ദാരുണാവസ്ഥയിലൂടെയാണ് ഇന്ന് ഭാനുപ്രിയ എന്ന സൂപ്പർ സ്റ്റാർ കടന്നു പോകുന്നത്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവർക്ക് ആദ്യമായി ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നത്. പറഞ്ഞു പഠിച്ചു ഉരുവിട്ട സംഭാഷണങ്ങൾ പലതും ടേക്കിൽ മറന്നു തുടങ്ങി. ക്രമേണ ജീവിതത്തിലെ പല കാര്യങ്ങളെയും അത് ബാധിച്ചു തുടങ്ങി. ഓർമ്മക്കുറവ് മൂലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. ഭാനുപ്രിയ അമ്മയ്ക്കും സഹോദരനും സഹോദരിക്കുമാണ് ഇപ്പോൾ കഴിയുന്നത്. ഓർമ്മകൾ തിരിച്ചുപിടിക്കാനുള്ള തീവ്രമായ പരിശ്രമവും നടത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.